എന്താണെന്ന് വെച്ചാൽ അവിടെ നടന്ന സംഭവങ്ങൾ വളരെ അൺഫോർച്ചുനേറ്റാണ്. അത് നടക്കാൻ ഇതുവരെ 32 വർഷമായിട്ട് നമ്മൾ ഞാൻ ആദ്യം മുതൽ ഒരു ഫൗണ്ടർ മെമ്പേഴ്സിലൊക്കെ പെട്ട ആൾക്കാരാണ്. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു 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 ക്വാറൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും നോക്കുന്നത്. അപ്പോൾ അത് അമ്മയുടെ ദോഷമായിട്ടല്ല നമ്മൾ കാണുന്നത്, ആ എക്സിക്യൂട്ടീവിൻ്റെ പ്രശ്നമുണ്ട്. എക്സിക്യൂട്ടീവ് അമ്മയെ ഞങ്ങളൊക്കെ കൂടി എലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോ കോംപ്ലക്സസ്, അവർ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റാണ്. അതിൻ്റെ ചീത്തപ്പേര് വരുന്ന അമ്മയ്ക്കാണത്. അപ്പോൾ അവരുടെ ആവശ്യമില്ലാത്തൊരു ചീപ്പ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം സെക്രട്ടറിയും പ്രസിഡൻറ്റും തമ്മിലുള്ള ഇതില്ല, ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുമല്ലോ. അത് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങളൊക്കെ നിസ്സഹായരായിട്ട് നോക്കിയിരിക്കേണ്ട വന്നു. അങ്ങനെ വേണം, അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ നല്ലൊരു ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അത് കാര്യമില്ല, ഒരാൾ രാജിവെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, അത് എല്ലാ അർത്ഥങ്ങളില്ല. കാരണം അങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റി വേണമല്ലോ. അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി അമ്മ ചെയ്യുന്ന എല്ലാ ദാനധർമ്മങ്ങളും എല്ലാ ചടങ്ങുകളും ഒരു കോട്ടമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അതിനൊരു കോട്ടമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റി വേണം. അപ്പോൾ അത് ഈ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതിന് ഞാൻ സ്വാഗതം ചെയ്തു. അതിൽ നല്ലതാണ്, കാരണം അമ്മയ്ക്ക് അങ്ങനെ ഒരു 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 കമ്മിറ്റി ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ? കാരണം വേറൊരു പുതിയ കമ്മിറ്റി, ഒരു പെർമനൻറ്റ് കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റിയാണ്. അപ്പോൾ ഇത് വരുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതും രമേശ് പിഷാരടി പോലെയുള്ള ഒരാൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ മിതമായ സംസാരം, വളരെ ഒരു 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 കൺസ്ട്രെയിൻ്റാണ് അയാൾ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഇതായിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏത് എനിക്ക് തോന്നുന്നു രമേശ് പിഷാരടി, ഇടവേള ബാബു, അതുപോലെ ഇവിടുത്തെ പിന്നെ ദിനേശ് പണിക്കർ, അവരൊക്കെ അങ്ങനെ വന്നാൽ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അത് അവിടെ ഈ സ്ത്രീകളോടുള്ള ഒരു എതിർപ്പല്ല അവിടെ നടന്നത്, മനസ്സിലായില്ലേ? അത് ആൾക്കാർ മുഴുവനും പറയുന്നത് അത് സ്ത്രീകളോടല്ല, അല്ലല്ലോ, ഒരിക്കലുമല്ല. സ്ത്രീകൾ വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി ഈ സ്ത്രീകളെ വെച്ചിട്ട് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ സ്ത്രീകളോട് എതിർപ്പുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അങ്ങനെ തിരഞ്ഞെടുക്കില്ലല്ലോ. തിരഞ്ഞെടുത്തു, അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുത്തു, അവർക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒപ്പം ഉയരാൻ കഴിഞ്ഞില്ല. അതുമാത്രം മാരകമായ പ്രശ്നം, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എപ്പോഴും അതൊരു ഇതാണ്, ഒരു ബൈലോ അനുസരിച്ചിട്ട് ഈ അന്നത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഓഡിറ്റ് റിപ്പോർട്ട്, പരിപൂർണമായ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടുവരണം. അത് അവർ സാധിച്ചില്ല എന്ന് അവർ തന്നെ സമ്മതിച്ചു, മനസ്സിലായില്ലേ? ഇതിൻ്റെ പ്രസിഡൻറ്റ് വരെ സമ്മതിക്കുന്നു, അതിന് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ചെയ്ത ഓഡിറ്ററും പറഞ്ഞു ഇത് പൂർണ്ണമല്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു ചുറ്റുപാടിൽ ഇതിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വോട്ട് ചെയ്തപ്പോൾ അതായത് ഈ കമ്മിറ്റി വേണ്ട എന്നുള്ള തീരുമാനമെടുത്ത് അങ്ങനെയാണ് പോയത്. അല്ലാണ്ട് സ്ത്രീകളെ മാറ്റാനുള്ള ഒന്നും സംഭവമല്ല. അവരൊക്കെ പറയുന്ന ഏതോ ഒരു അജണ്ട, ഒരു ഹിഡൻ അജണ്ട ഒരിക്കലുമില്ല. അത് അമ്മയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമില്ല. ഒരു കാര്യം കൂടി ചോദിക്കാൻ, അല്ലെങ്കിൽ അൻസിബ ഹസനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പുറത്ത് സംസാര വിഷയമായപ്പോൾ അതൊരു മതപരമായ അല്ലെങ്കിൽ കമ്മ്യൂണൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറി. അത് സംഘടനകൾക്ക് തന്നെ പരിഹരിക്കാവുന്നതായിരുന്നില്ലേ? അത് ആയാൻ വരുന്നു, പക്ഷെ അവിടെ വന്നില്ലല്ലോ. ഈ ഇഷ്യൂസ് നമ്മുടെ ഈ കമ്മിറ്റിയിൽ വന്നിട്ടില്ല. കമ്മിറ്റിയിൽ വരാൻ പറ്റാത്തതിൻ്റെ കാരണം കമ്മിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു സമയമോ അതിനുള്ള മനസ്സോ കമ്മിറ്റിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ട കമ്മിറ്റിയാണല്ലോ. പക്ഷേ ആ കമ്മിറ്റിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ കമ്മിറ്റിയാണ് പ്രശ്നം. കമ്മിറ്റി മൊത്തത്തിലല്ല, കമ്മിറ്റിയിലുള്ള അകത്തുള്ള ആൾക്കാർ, അല്ലാണ്ട് വേറെ അംഗങ്ങളല്ല ഇതിൻ്റെ പ്രശ്നം. അത് ആൺ പെൺ എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല. അത് കമ്മിറ്റിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്.
ബൈലോ അനുസരിച്ച് അത് അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അല്ല മോഹൻലാലും അതല്ല പറഞ്ഞത്. ഇതിപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടല്ല പറയേണ്ടത്, ഇത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. ഇതിൻ്റെ സർവാധികാരം ഈ ജനറൽ ബോഡിക്കാണ്. ആ ജനറൽ ബോഡി നടക്കട്ടെ, അതിന് എന്താണ് ജനറൽ ബോഡി തീരുമാനിക്കുന്നത് അതുപോലെ നമുക്ക് പോവാം. അദ്ദേഹം കറക്റ്റായിട്ട് പറഞ്ഞല്ലോ, അതാണ് നടന്നുള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും ഒരു പകപോക്കലോ ഒന്നും ഇതിനകത്തില്ല കേട്ടോ. സന്തോഷം, താങ്ക് യു.